ഇത് മാത്രമല്ല സഭയിലെ പ്രശ്നം. നമ്മൾ ചെറുതായി കാണുന്ന ഒരു വലിയ കാര്യം ദൈവം മുമ്പാകെയുള്ളത് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സഭാപാസ്റ്ററായ യാക്കോബ് പറയുന്നു, ദൈവസഭയിൽ മുഖപക്ഷം വന്നു. മോടിയോടെ വസ്ത്രം ധരിച്ചൊരുവൻ അകത്ത് വന്നാൽ സഭയിലുള്ളവർ പറയും, വന്നാട്ട്, ഇരുന്നാട്ട്, നടുക്കോട്ടിരുന്നാട്ട്. എന്നാൽ വേണ്ടും വണ്ണം സാമ്പത്തിക നിലവാരം ഇല്ലാത്തൊരാൾ വരുമ്പോ പറയും, അങ്ങോട്ടിരുന്നാട്ട്. യാക്കോബ് പറയുന്നു, ഇത് ദൈവസഭയിൽ കാണരുതാത്ത ഒരു പ്രക്രിയയാണ്. മുഖപക്ഷം കൂടാതെ ദൈവം നമ്മളെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ഇനി ക്രിസ്തുവിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും യജമാനനുമെന്നില്ല, സ്ത്രീയും പുരുഷനുമെന്നില്ല എന്നുള്ള പ്രഖ്യാപനം ക്രൂശിൽ നടന്നെങ്കിൽ, യാക്കോബ് എന്ന പാസ്റ്റർ പറയുക, നിങ്ങൾ ശമ്പളമൊക്കെ തരുന്നുണ്ട് ശരിയാണ്, പക്ഷെ എനിക്ക് തൃപ്തിയില്ല. ബിൽഡിങ്ങിൽ എനിക്ക് തൃപ്തിയില്ല, മ്യൂസിക്കിൽ എനിക്ക് തൃപ്തിയില്ല, പുൾപിറ്റിന്റെ ഭംഗിയിൽ എനിക്ക് തൃപ്തിയില്ല. നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം രൂപപ്പെടാത്തിടത്തോളം കാലം എന്നെ ഇതൊന്നും തൃപ്തിപ്പെടുത്തുന്നില്ല. കുമളി സെന്ററിലുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളോട് ഹൃദ്യമായി എന്തോ സംസാരിക്കാനുണ്ട്. നമുക്ക് വലുതായിട്ട് തോന്നാത്തതായിരിക്കും, പക്ഷേ ദൈവത്തിന് വലുതായി തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് ഇന്ന് രാത്രി ഹൃദ്യമായി കുഞ്ഞുകുട്ടി ആബാലവൃത്തം എല്ലാവരോടും ഇടപെടാനുണ്ട്. 2-ന്റെ അവസാന വാക്യത്തിൽ യാക്കോബ് പറയുക, വിശ്വാസികളോട് പറയുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എത്ര കൈകൊട്ടി പാടിയാലും അത് നിർജീവമാണ്, അത് ചത്തതാണ്.